പരിശ്രമിച്ച് ഒരുപാട് പരിശ്രമിച്ച് തോറ്റോണ്ടിരിക്കുകയാണ്. പിന്നെയും പിന്നെയും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര തവണ പരിശ്രമിച്ചാലും ഇത് തന്നെയാണ് വിധി. പിന്നെയും 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 തോൽക്കാം. എന്തൊക്കെ ചെയ്താലും ഒരു ക്ലച്ചും പിടിക്കുന്നില്ല. എത്ര തവണ എന്ന് വെച്ചാൽ ഇനിയും ചെയ്യാ, ഒരു ഉപകാരം ലഭിക്കുന്നില്ലല്ലോ. എൻ്റെ ലൈഫിൽ ഒരു കൺസിസ്റ്റൻസി വരുന്നില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരായിരിക്കും നമ്മൾ എത്ര പരിശ്രമിച്ചിട്ടും ശരിയാവുന്നില്ല എന്ന് നമുക്കൊരു തോന്നലുണ്ടാവും. അങ്ങനെയൊക്കെ സ്വയം മനസ്സിനെ നമ്മളിങ്ങനെ ഹാർഷായിട്ട് വളരെ ഹാർഡായിട്ട് നമ്മൾ കുത്തുന്നതിന് മുമ്പ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം. നമുക്കൊന്ന് കുറച്ച് നേരം ഒരു നിമിഷം നമുക്കൊന്ന് കേട്ട് നോക്കാം. എഡ്മണ്ട് ഹിലാലിന്ന് അറിയാം നിങ്ങൾക്ക്? എഡ്മണ്ട് ഹിലാരി മൂപ്പര് എവറസ്റ്റ് കീഴടക്കിയ ഒരാളാണ്. ഇയാള് 17 തവണയാണ് എവറസ്റ്റ് കയറിയത്. 16 തവണയും പരാജയപ്പെട്ട ഒരാളാണ്. 16 തവണ പരാജയപ്പെട്ട ഒരാൾ 17-ാം തവണ വീണ്ടും കയറണം എവറസ്റ്റ് കീഴടക്കാൻ വേണ്ടിയിട്ട്. ആ 16-ാം തവണ പരാജയപ്പെടുമ്പോണ്ടല്ലോ വെറും 100 അടി വ്യത്യാസത്തിലാണ് ആൾ തോൽക്കുന്നത്. ചിന്തിച്ചോക്ക്, വെറും 100 അടി വ്യത്യാസത്തിൽ. എന്നിട്ടും അയാൾ 100 അടി വ്യത്യാസത്തിൽ തോറ്റല്ലേ, ഇത്രയധികം ഉയരത്തിലേക്ക് എത്തിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് അയാൾക്കൊരു അനുമോദനം അർപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ എല്ലാ കാണികളും ആവേശഭരിതരായിട്ട് ഇരിക്കുകയാണ്. കാരണം വെച്ചാൽ ഇത്രയധികം ഉന്നതിയിലേക്ക് എത്തിയ ഒരാളാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അയാളോടുള്ള ആദര സൂചകമായിട്ട് ബാക്കിൽ ഒരു എവറസ്റ്റിന്റെ പടം ഇങ്ങനെ വരച്ചു വെച്ച് മൂപ്പര് കയറി. അത് കണ്ട് മൂപ്പര് അതിലേക്ക് പറയണ്, എവറസ്റ്റേ, കഴിഞ്ഞ പല തവണ 16 തവണ നീ എന്നെ തോൽപ്പിച്ച്, പക്ഷെ അടുത്ത തവണ നിനക്കെന്നെ തോൽപ്പിക്കാൻ പറ്റൂല എവറസ്റ്റേ. കാരണം നീ ഒരു പർവ്വതമാണ്, നിനക്കിനിയും ഉയരത്തിലേക്ക് എത്താൻ സാധിക്കില്ല. ബട്ട് ആസ് എ ഹ്യൂമൻ ബീങ് എനിക്കിനിയും ഉയരത്തിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെ 17-ാം തവണ ഒന്ന് ചിന്തിക്ക്. അയാളുടെ ഒരു ഭ്രമം, അയാളുടെ ഒരു ഉത്സാഹം, ആ ഒരൊറ്റ കാരണം കൊണ്ട് 17-ാം തവണ അയാൾ എവറസ്റ്റ് കീഴടക്കണം. ആ ഒരൊറ്റ കാരണം, അയാളുടെ മനസ്സിലുള്ള സ്പാർക്ക് ഉണ്ടല്ലോ, ആ ഒരു കാരണം കൊണ്ട് അയാൾ എവറസ്റ്റ് കീഴടക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ, പലതവണ കപ്പിനും ചുണ്ടിനും ഇടക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു മനുഷ്യനുണ്ട്, ഒരു കുറിയ മനുഷ്യൻ. ഇന്ന് അയാൾ ലോക ഫുട്ബോളിലെ രാജാവാണ്. പേര് ലയണൽ ആൻഡ്രസ് മെസ്സി. പല തവണ തോറ്റിട്ടുണ്ട്, വീണിട്ടുണ്ട്, വീഴ്ത്തിയിട്ടുണ്ട്, പലരും മുറിഞ്ഞിട്ടുണ്ട്, ചോര വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും പിന്മാറിയിട്ടില്ല. തൻ്റെ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് അയാൾ വീണ്ടും 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 കുതിച്ചുകൊണ്ടേയിരുന്നു. അയാൾ പറയുന്നുണ്ട്, 17 വർഷവും 114 ദിവസവും പിടിച്ച് എൻ്റെ ലൈഫിൽ ഞാൻ സക്സസ് കൈവരിക്കാൻ വേണ്ടിയിട്ട്, വേൾഡ് കപ്പിൽ മുത്തമിടാൻ വേണ്ടിയിട്ട്. 2022 വേൾഡ് ചാമ്പ്യൻ ആവുമ്പോൾ അദ്ദേഹം പലതവണ തോറ്റ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് കണ്ണീരോട് ആ വേൾഡ് കപ്പ് വാങ്ങുന്ന ഒരു രംഗമുണ്ട്. പലതവണ തോറ്റവർക്കാണ് തോറ്റവന്റെ വിജയം അതൊരിക്കലും ചെറുതാകില്ല, വളരെ വലുതാവും. ഒരു കഥയുണ്ട്, ഞാനൊരു കഥ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഒരു കള്ളുകുടിയനായൊരു വ്യക്തി, ഭയങ്കര കള്ളുകുടിയൻ എന്ന് വെച്ചാൽ ഈ വളരെ നല്ല കള്ളുകുടിയൻ. അയാൾ കള്ളു കുടിച്ചുകൊണ്ടിരിക്കും, നക്കി വരെ കുടിക്കും, അത്രക്കും കള്ളുകുടിയൻ. അയാൾ ഡി അഡിക്റ്റിംഗ് സെന്ററിലേക്ക് പോവാണ്. അങ്ങനെ അയാളെ ആ ഡോക്ടർ നല്ല രീതിയിലാക്കിയിട്ട് അയാൾ അവിടുന്ന് പറഞ്ഞയക്കണം. പറഞ്ഞയച്ചിട്ട് അയാൾ ഒരുപാട് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാവരും അയാളെ തരം താഴ്ത്താണ്, എല്ലാവരും അയാളെ അവോയ്ഡ് ആക്കാണ്, അടിച്ചമർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, ഇൻസൾട്ട് ചെയ്യണം എല്ലാവരും. എന്തുകൊണ്ട്? കള്ളുകുടിയനായിരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ട് അയാൾക്ക് ഒരാളും ജോലി കൊടുക്കുന്നില്ല. അങ്ങനെ ആ ഡോക്ടറെ അടുത്ത് ആൾ വിളിച്ച് പറയുന്നുണ്ട്, ഡോക്ടറെ, ഒന്നും നടക്കുന്നില്ല ഡോക്ടറെ, ഞാൻ എന്താ ചെയ്യുക, എനിക്കൊരാളും ജോലി തരുന്നില്ല എന്ന്. അപ്പൊ പറഞ്ഞ്, നീ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാൻ ശ്രമിക്കുക, നിന്നെ കൊണ്ട് സാധിക്കുന്നു. അങ്ങനെ തോറ്റ അദ്ദേഹം, പലരുടെയും അടിച്ചമർത്തൽ കേൾക്ക വേണ്ടി വന്ന അദ്ദേഹം സ്വന്തമായൊരു ബിസിനസ് തുടങ്ങുകയാണ്. 28 രൂപയും പോക്കറ്റിൽ ഇട്ടുകൊണ്ട് ആ ഡി അഡിക്റ്റിംഗ് സെന്ററിലേക്ക് പോയ അദ്ദേഹം ഇന്ന് 28 രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന ഒരു പ്രമുഖ വ്യക്തിയായി മാറിയിട്ടുണ്ടെങ്കിൽ അത് ഇൻസൾട്ട് എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണ്. ഇൻസൾട്ടാണ് മുത്ത നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. ഏത് തോറ്റവനെയും ജയിപ്പിക്കുന്ന ഫ്യൂഷനാണ് ഇൻസൾട്ട് എന്ന് പറയുന്നത്. ഇൻസൾട്ടഡ് ആയിട്ടുള്ളവനെ ലൈഫിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഇൻസൾട്ട് കിട്ടിയിട്ടുണ്ടാ നമ്മൾ രക്ഷപ്പെടും. ഒരാളുടെ കമ്പനി വിറ്റപ്പുണ്ടല്ല, 1000 കോടി ആൾക്ക് വരുമാനം കിട്ടി. ആളെന്ത് ചെയ്ത് ആ 1000 കോടി രൂപയും പല ബിസിനസ്സുകളിലേക്ക് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുകയുണ്ടായി. 1000 കോടി രൂപ എന്നിട്ട് സ്വന്തമായി ഒരു വാടക വീട്ടിൽ കിടന്നുറങ്ങുന്നത്. എന്തൊരു ഭ്രാന്തരാന്ന് നമ്മൾ ചിന്തിച്ചു പോകും. കാരണം വെച്ചാൽ കിട്ടിയ പൈസ മൊത്തം ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, രക്ഷപ്പെടുന്ന പോലും ഉറപ്പില്ലാത്ത ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാണ്. അയാള് വാടക വീട്ടിൽ സ്വന്തമായിട്ടൊരു വീട് വാങ്ങാം, അല്ലെങ്കിൽ ഒരു കാർ വാങ്ങാം. അങ്ങനെ ഒരു വാടക വീട്ടിലാണ് അയാൾ നിൽക്കുന്നത്. ചിന്തിച്ചു നോക്ക്, ഈ ഒരു ഭ്രാന്തന് അയാളുടെ ഇന്നത്തെ ആസ്തി എന്ന് പറയുന്നത്
6,80,000-ലധികം കോടി രൂപയാണ് അയാളുടെ ഇന്നത്തെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത്. ഇയാളുടെ പേര് എലോൺ മസ്ക് എന്നാണ്. ഇന്ന് പ്രശസ്തമായ പല കമ്പനികളുടെയും ഉടമയാണ്. ഇന്ന് അയാളുടെ ഒരു ഭ്രമം പലരെയും പിൻപറ്റി പലരെയും ഫോളോ ചെയ്ത് നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ മനസ്സിലുള്ള ചെറിയൊരു സ്പാർക്ക് ഉണ്ടല്ലോ, അത് തീയാക്കിയിട്ട് നമ്മൾ സ്വന്തം നിലനിൽക്കാൻ പറ്റണമെങ്കിൽ അത് കുറച്ച് പേർക്കേ പറ്റുള്ളൂ. അത് പറ്റണമെങ്കിൽ നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിലുള്ള സ്പാർക്ക് പൊട്ടിക്കാൻ ശ്രമിക്കണം. പലതവണ തോൽക്കേണ്ടി വരും. മനുഷ്യന്മാരാണ്, തോറ്റുകൊണ്ടേയിരിക്കും. തോൽവി മനുഷ്യ സ്വാഭാവികമാണ്, സഹജമാണ്. തോറ്റവർക്കേ വിജയമുള്ളൂ, തോറ്റാലേ ജയിക്കൂ. അല്ലാണ്ട് പലതവണ ഇങ്ങനെ ജയിച്ചുകൊണ്ട് വന്ന് ജയിച്ചു പോയാൽ പിന്നെ തോറ്റാൽ നമുക്കത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വേദനയായിരിക്കും. പക്ഷെ തോറ്റ് അവിടേക്ക് എത്തുമ്പോണ്ടല്ലോ, ഇങ്ങനെ പറയുമല്ലോ, പലതവണ നമ്മൾ തോൽവി വിജയത്തിന്റെ ചവിട്ടുപടി എന്ന് പറയുമല്ലോ. പലതവണ നമ്മൾ അങ്ങോട്ട് ആ ചവിട്ടുപടി കയറി ലാസ്റ്റ് നമ്മളങ്ങടെ അതിന്റെ ഉയരത്തിലേക്ക് എത്തുമ്പോണ്ടല്ലോ, ആ ഒരു ഫീല് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഫീലാണ്. എനിക്ക് ഞാൻ ഒരു കഥയും കൂടി പറഞ്ഞുതരാം. ഒരാള് തൻ്റെ ശബ്ദത്തിന്റെ പ്രശ്നം കൊണ്ട് റേഡിയോ ജോക്കിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. ആൾക്ക് ശബ്ദം ഭയങ്കര വൃത്തികേടാണെന്ന് പറഞ്ഞുകൊണ്ട് റേഡിയോ ജോക്കിക്കാരെ അയാളെ ഒഴിവാക്കുകയാണ്. അയാളങ്ങനെ ഒഴിവാക്കപ്പെട്ട് തഴയപ്പെട്ട് ആകെ നാണം കെട്ട് ആൾക്ക് മരിച്ചാൽ മതി എന്ന് വരെ തോന്നിപ്പോയിട്ടുണ്ട്. അത്രയും രീതിയിൽ അയാൾ നാണം കെട്ടി നിൽക്കുന്ന സമയത്ത് അയാളുടെ ഉള്ളിലുള്ള സ്പാർക്ക് ഉണ്ടല്ലോ, ആ ഒരു സ്പാർക്ക് വെച്ചിട്ട് അയാൾ കഷ്ടപ്പെടുകയാണ്. അങ്ങനെ കഠിനാധ്വാനം കൊണ്ട് അയാളുടെ ഭ്രമം ഉള്ളിലുള്ള അയാളുടെ ഭ്രമം കൊണ്ട് അയാള് ഇന്ന് ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല നടന്മാരിൽ ഒരാളായി മാറുകയാണ്. നമ്മൾ ചിന്തിച്ചു നോക്കുക, അയാൾ എന്നാ ആത്മഹത്യ ചെയ്യായിരുന്നെങ്കിലാ? അയാളുടെ മനസ്സിലുള്ള ഭ്രമം, ആ ഒരു സ്പാർക്ക് അയാൾ വികസിപ്പിച്ചെടുത്ത് ഇന്ന് ആ ശബ്ദത്തിന്, അന്ന് കളിയാക്കിയ, അന്ന് അടിച്ചമർത്തിയ ആ ശബ്ദത്തിന് ഇന്ന് കോടിക്കണക്കിന് ആരാധകരാണുള്ളത്. ആ ഒരു ശബ്ദം, ആ വൃത്തികെട്ട ശബ്ദത്തിന് ഇന്ന് കോടിക്കണക്കിന് ആരാധകരാണുള്ളത്. നമ്മുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടും നമ്മളെ കുറ്റപ്പെടുത്താൻ പലരും ഉണ്ടാവും. അവരൊക്കെ മൈൻഡാക്കാണ്ടിരിക്കുക. നമ്മളിങ്ങനെ മൈൻഡാക്കിയിട്ട് നമുക്കൊരു ഉപകാരമില്ല. അവരാണ് നമുക്ക് തിന്നാൻ തരുന്നത്. നാട്ടുകാരും പലരും പലതും പറയും, പക്ഷെ നമ്മുടെ കാര്യം നോക്കുന്ന അവരല്ല. നമ്മളാണ് നമ്മുടെ ലൈഫ് തീരുമാനിക്കേണ്ടത്. നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹൃദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.